തെയ്യം കെട്ടിയാളെ പഞ്ഞിക്കിട്ട വാർത്ത ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കണ്ണൂർ തില്ലങ്കേരിയിൽ വെച്ച് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തെയ്യത്തിന് നേരെ ആക്രമണം സംഭവിച്ചത്. അതായത് കണ്ണൂരിൽ പിണറായിയുടെ സ്വന്തം തട്ടകത്തിലാണ് കൈതച്ചാമുണ്ടി തെയ്യത്തെ നാട്ടുകാരായ ചില സഖാക്കൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ക്ഷേത്ര ആചാരങ്ങൾ മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താൻ നോക്കിയിരുന്ന സഖാക്കളാണ് ഇതിന് പിന്നിലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. പെരിങ്ങാനം ഉദയകുന്നം മടപ്പുര ഉത്സവത്തിനിടെ തെയ്യക്കോലം കെട്ടിയ മുകേഷ് പണിക്കരെയാണ് സഖാക്കൾ ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയത്. കൈതച്ചാമുണ്ടി തെയ്യമെന്ന് പറയുന്നത് ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായി വരുന്ന ഒരു തെയ്യ രീതിയാണ്. അതായത് രൗദ്രഭാവത്തിൽ ആളുകളെ പേടിപ്പിക്കുന്ന തെയ്യമാണ് കൈതച്ചാമുണ്ടി. ആളുകളെ പിന്തുടർന്ന് പേടിപ്പിക്കുന്നതാണ് ഈ തെയ്യത്തിന്റെ രീതി തന്നെ. ഇതൊരു വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസത്തെയും ആചാരത്തെയും എല്ലാം കരുതിക്കൂട്ടിയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ സഖാക്കൾ അലങ്കോലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ. പൊതുവെ നിരീശ്വരവാദികളായ സഖാക്കൾക്ക് തെയ്യത്തിന്റെ ഈ ചടങ്ങും ആചാരങ്ങളൊന്നും തന്നെ ദഹിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതോടെയാണ് കൈതച്ചാമുണ്ടിയായി മാറിയ തെയ്യത്തെ ഇവർ കൈവച്ചിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസമില്ലാത്തവർ ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങളിൽ പങ്കെടുക്കരുത് എന്നതാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ ചെയ്തു കൂട്ടുന്നത് വിശ്വാസികളെ പോലും ദ്രോഹിക്കുന്ന ഒന്നായി തന്നെ മാറുകയാണ്. തെയ്യത്തെ തെയ്യമായി തന്നെ കാണാൻ കഴിയാത്തവർ ആ പരിസരത്ത് ദയവ് ചെയ്ത് പോകരുത് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഗുളികൻ, മൂവളം ചാമുണ്ടി, രക്തേശ്വരൻ തുടങ്ങിയ തെയ്യങ്ങൾ രൗദ്രഭാവത്തിന്റെ ഭാഗമായി തന്നെ ആൾക്കാരെ ഓടിക്കുന്നവരാണ്. എന്നാൽ തെയ്യങ്ങൾ അക്രമാസക്തരാകുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം സഖാക്കൾ കയറി ഇവരെ ആക്രമിച്ചത്. എന്നാൽ ഇത്തരം തെയ്യങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകേണ്ട അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാടിന് തന്നെ അപമാനമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. സ്വയം ബോധമില്ലാത്തവരാണ് അക്രമം കാണിക്കാൻ മുതിരുന്നത്. തെയ്യത്തിന് സംരക്ഷണം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് പിന്നെ മറ്റു പണികളെടുക്കാൻ സമയമുണ്ടാകില്ല എന്നാണ് വിശ്വാസികളടക്കം പറയുന്നതും. വടക്കൻ കേരളത്തിലെ ഉൾഗ്രാമങ്ങളിൽ കൈതച്ചാമുണ്ടി ഒരു സാധാരണ കാഴ്ച തന്നെയാണ്. കൈതച്ചാമുണ്ടിയുടെ കഥ ദേവി ഭാഗവതത്തിൽ പരാമർശിച്ചുണ്ടായിരിക്കുന്ന ചണ്ട, മുണ്ട എന്നീ അസുരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച ചാണ്ടയും മുണ്ടയും ഭൂമി മുടിക്കാൻ ഇറങ്ങിയതോടെ ദേവി രക്ഷയ്ക്കിറങ്ങിയെന്നും സ്ത്രീയാലും പുരുഷനാലും മരണം വരിക്കാത്ത വരം നേടിയ ചണ്ടനെയും മുണ്ടനെയും വധിക്കാൻ മഹാദേവി തന്നെ അവതാരമെടുത്തുവെന്നും കലിമുണ്ട ഭഗവതിയെ കണ്ട് ചണ്ടനും മുണ്ടനും ഗത്യന്തരമില്ലാതെ കൈതച്ചെടിയുടെ രൂപം പൂണ്ട് ഒളിച്ചിരിപ്പായെന്നും ചണ്ടനെയും മുണ്ടനെയും പിന്തുടർന്നു വന്ന മഹാദേവി കൈതവരമ്പിലൂടെ നടക്കുമ്പോൾ നല്ല കാറ്റിലും ഇളകാതെ നിൽക്കുന്ന രണ്ട് കൈതകൾ കാണുന്നു. ചണ്ടനും മുണ്ടനുമാണെന്ന് മനസ്സിലാക്കിയ മഹാദേവി തന്റെ വട്ടകവാൾ വീശി രണ്ട് കൈതയും വെട്ടിവീഴ്ത്തുമ്പോൾ സ്വയം രൂപം കൊണ്ട് അസുരന്മാർ പിടഞ്ഞു വീഴുന്നു എന്നതാണ് ഐതിഹ്യം. ഇത് പിന്നീട് ക്ഷേത്ര ആചാരമായി മാറി കൈതച്ചാമുണ്ടിയായി മാറി. ചാമുണ്ടി ഉറഞ്ഞു തുള്ളി കൈത ടുത്ത് വരുന്നതാണ് ക്ഷേത്ര ആചാരങ്ങളിൽ പ്രധാനം. ഈ ക്ഷേത്ര ചടങ്ങാണ് ഇക്കഴിഞ്ഞ ദിവസം സഖാക്കൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. തില്ലങ്കേരി സഖാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വർണ്ണക്കടത്തിൽ മാത്രമല്ല ഇവർ ഹിന്ദു ആചാര അനുഷ്ഠാന വിരുദ്ധതയിലും മുൻപന്തിയിൽ എന്നുള്ളതാണ്. കൈതച്ചാമുണ്ടി തെയ്യം ഓടിക്കുന്നതിന്റെ കാണാനെത്തിയവർക്ക് വീണ് പരിക്കേറ്റതാണ് ഈ സംഘർഷത്തിന് വഴിമാറിയതെന്ന് പറയുമ്പോൾ ഈ സംഘർഷത്തിന് പിന്നിൽ തന്നെ പ്രവർത്തിച്ചത് സഖാക്കളാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഘർഷത്തിൽ നിന്നും തെയ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും മർദ്ദനമുണ്ടായിരുന്നു. തെയ്യത്തെ തെയ്യമായി കാണാൻ കഴിയാത്തവർ ആ പരിസരത്ത് ദയവ് ചെയ്ത് പോകരുത് എന്ന് തന്നെയാണ് വിശ്വാസികൾ വീണ്ടും പറയുന്നത്. വഴിയിൽ വെച്ച് ഇവർ തെയ്യത്തെ പൊതിരെ തല്ലിയെന്നാണ് വിവരങ്ങൾ. തുടർന്ന് നാട്ടുകാരും പോലീസും ഒക്കെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. ചടങ്ങിനിടയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ തെയ്യത്തെ ആക്രമിച്ച ഒരു വിഭാഗം ആളുകൾ പിന്മാറിയെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.